ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചാറ്റ് GPT കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായും 3 ടോപ്പിക്സിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് ചാറ്റ് GPT, എങ്ങനെ നമുക്ക് ചാറ്റ് GPT ആക്സസ് ചെയ്യാം, ചാറ്റ് GPTന്റെ ഉപയോഗങ്ങൾ, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ എന്താണ് ചാറ്റ് GPT? ഇപ്പോൾ ഈ ഇടയായി ന്യൂസ് പേപ്പർ, മാഗസീൻ, അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ എല്ലായിടത്തും ഒരു ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു വിഷയമാണ് ചാറ്റ് GPT. നിങ്ങൾ എവിടെ പോയാലും ചാറ്റ് GPT എന്ന് കേൾക്കാം. അപ്പോൾ ചാറ്റ് GPT ഒരു ചാറ്റ് ബോട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മനുഷ്യനുമായി എങ്ങനെ നമ്മൾ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുന്നു, അതുപോലെ ചാറ്റ് GPTയുമായി ചാറ്റ് ചെയ്യാം. ചാറ്റ് GPTയോട് ചോദ്യങ്ങൾ ചോദിക്കാം, അത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ തരുന്നതായിരിക്കും. ഇത് സാധാ ഗൂഗിൾ പോലെ അല്ല. കാരണം ഗൂഗിളിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ചോദ്യത്തിന്റെ ഉത്തരം ഉണ്ടാകുന്ന വെബ്സൈറ്റുകളാവും നമുക്ക് തരുക. പക്ഷെ ചാറ്റ് GPT നമുക്ക് അതിന്റെ ഉത്തരം പാരഗ്രാഫ് വൈസോ അല്ലെങ്കിൽ സെന്റൻസുകൾ വൈസോ നമുക്ക് ഉത്തരങ്ങൾ തരുന്നതായിരിക്കും. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ മനസ്സിലാക്കുകയും അതിന് കറക്റ്റായ ഉത്തരങ്ങൾ തരുകയും ചെയ്യുന്നു. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇത് ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഇത് കമ്പ്യൂട്ടർ, ഫോൺ, ലാപ്ടോപ്പ് അതുപോലുള്ള എല്ലാ ഡിവൈസിലും വർക്ക് ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആദ്യം തന്നെ നമുക്ക് എങ്ങനെ ചാറ്റ് GPT ഉപയോഗിക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ഫോണിലോ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ chat.openai.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോകുക. ഈ വെബ്സൈറ്റിൽ പോയതിനു ശേഷം നിങ്ങൾ അതിലത്തെ സൈൻ അപ്പ് നിൽക്കിയിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചാറ്റ് GPTയുടെ സ്ക്രീനിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ സ്ക്രീൻ നോക്കുമ്പോൾ ഒരു സാധാരണ ഒരു ചാറ്റിംഗ് ആപ്ലിക്കേഷൻ പോലെയാവും കാണാനുണ്ടാവുക. ഈ ചാറ്റ് GPT നിങ്ങൾക്ക് ഫോണിൽ ഉപയോഗിക്കണമെങ്കിൽ ഈ സെയിം സ്റ്റെപ്പുകൾ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ചാറ്റ് GPTയുടെ കുറെ ആപ്പുകൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അത് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക, കാരണം അതെല്ലാം ഫേക്ക് അപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചാറ്റ് GPT എടുത്തല്ലോ, ഇനി നമുക്ക് ഇതിന്റെ 2-3 ഉപയോഗങ്ങൾ നോക്കാം. ചാറ്റ് GPTയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കിൽ അതിന്റെ എഴുതാനുള്ള കഴിവാണ്. ഇത് വെച്ച് വളരെ മനോഹരമായ എസ്സേകളും കഥകളും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യണം നോക്കാം. അപ്പോൾ അതിനായി ആദ്യം തന്നെ സൈഡിലുള്ള ന്യൂ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടിയിലത്തെ ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് വേണ്ട കഥയുടെ പ്ലോട്ട് ടൈപ്പ് ചെയ്യുക. ഉദാഹരണത്തിന് നമ്മളൊരു കഥ എഴുതുകയാണ്, ക്രിയേറ്റ് എ സ്റ്റോറി അബൌട്ട് എ പ്രിൻസ് ഹു സേവ്ഡ് പ്രിൻസസ്. അതായത് ഒരു രാജകുമാരൻ രാജകുമാരിയെ രക്ഷിച്ചു എന്നെ കുറിച്ചൊരു കഥ എഴുതുക എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അവിടുത്തെ സൈഡിലുള്ള സെൻഡ് ബട്ടൺമേ ടാപ്പ് ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ അത് മനോഹരമായ കഥ നമുക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ കഥ തന്നെ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിന്റെ ടെക്സ്റ്റ് മെസ്സേജിൽ ടൈപ്പ് ചെയ്യുക, ക്യാൻ യു മേക്ക് ദി സ്റ്റോറി ലോങ് എന്ന് മേടിച്ച് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ കഥ വലുതാക്കി അല്ലെങ്കിൽ ചെറുതാക്കി തരുന്നതായിരിക്കും. ഇനി അടുത്തത്, നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഇമെയിൽ ഉണ്ടാക്കുവാൻ സഹായിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാനേജറിന് വേണ്ടിയിട്ട് ഒരു ഇമെയിൽ ഉണ്ടാക്കണം, ഒരു ലീവ് റിക്വസ്റ്റ് ചെയ്യാൻ ഒരു ഇമെയിൽ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ചാറ്റ് GPTയോട് ചോദിച്ചാൽ മതി. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ മുകളിലത്തെ ന്യൂ ചാറ്റുമായി ടൈപ്പ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇമെയിൽ എന്തിൻ്റെ ഇമെയിലാണ് വേണ്ടത് അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, സെൻഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാറ്റ് GPT വളരെ ഇൻ്റലിജൻ്റ് ആണ്. അതിനാൽ തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. അതായത് നിങ്ങൾക്കുള്ള ഫിസിക്സിലോ അല്ലെങ്കിൽ സോഷ്യലിലോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ അതിൽ വാട്ട് ആർ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഉത്തരം തരുന്നതായിരിക്കും. അല്ലെങ്കിൽ വാട്ട് ഈസ് വാല്യൂ ഓഫ് പൈ, അതിൻ്റെ ഉത്തരവും നമുക്ക് തരുന്നതായിരിക്കും. ഇതേപോലെയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചാറ്റ് GPTയോട് ചോദിക്കുവാൻ സാധിക്കും. നമുക്ക് ചാറ്റ് GPTയുടെ സഹായത്തോടെ ഒരു പാരഗ്രാഫിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായി നമ്മുടെ കേസിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റോറിയിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനായി ആ ചോദ്യം അങ്ങനെ തന്നെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ അടിയിലായി ക്യാൻ യു ക്രിയേറ്റ് 10 MCQ ക്വസ്റ്റ്യൻസ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സെൻഡ് ചെയ്യുക. അത് വളരെ പെട്ടെന്ന് തന്നെ 10 MCQ ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ മറ്റൊരു ഉപയോഗം എന്ന് വെച്ചാൽ ഇത് നമുക്ക് മോട്ടിവേഷണൽ മെസ്സേജസ് തരുവാൻ സാധിക്കും. അതിനായി നിങ്ങൾ ജസ്റ്റ് ക്യാൻ യു ഗിവ് മി എ മോട്ടിവേഷണൽ മെസ്സേജ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മോട്ടിവേഷൻ തരുന്നതായിരിക്കും. പിന്നെ അടുത്തത്, ഇത് വെച്ചിട്ട് നമുക്ക് മനോഹരമായ വെബ്സൈറ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലത്തെ മനോഹരമായ വെബ്സൈറ്റുകൾ. പക്ഷേ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കൂടുതൽ ഡീറ്റെയിലിൽ പറയുന്നില്ല, കാരണം ഇത് ജസ്റ്റ് ഒരു ബേസിക് ട്യൂട്ടോറിയലാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ സഹായത്തോടെ കോഡ് ചെയ്യുവാനും അതുപോലെ നിങ്ങളുടെ കോഡുകളിൽ വല്ല തെറ്റുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുവാനും സഹായിക്കും. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് കൂടാതെ വളരെ അധികം ഉപയോഗങ്ങളുണ്ട് ചാറ്റ് GPTയോട് പറയാൻ നമ്മുടെ ഈ വീഡിയോയിൽ സാധിക്കുന്നതല്ല. കാരണം ഇത് ചാറ്റ് GPT ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയുള്ള സിമ്പിൾ വീഡിയോ ആണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചാറ്റ് GPTക്ക് 3 ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് അതിന് 2021 ശേഷം നടന്നിട്ടുള്ള ഒരു കാര്യവും അറിയുകയില്ല. അതുപോലെ തന്നെ അത് ഫോൾസ് ഇൻഫോർമേഷൻ ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചാറ്റ് GPT തരുന്ന ഉത്തരങ്ങൾ എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത്രയും പറഞ്ഞോടെ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.